നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങളുമായി രാഷ്ട്രീയ നേതാക്കൾ കേരളത്തിൽ കളം നിറയുകയാണ്. എന്നാൽ ഇതിൽ ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട ഒരു ആരോപണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ കെജ്രിവാൾ അടക്കമുള്ളവർ ജയിലിൽ പോയ വിഷയവുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരാണ് രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധിയുടെ ചരിത്രം മിസ്റ്റർ പിണറായി താങ്കളൊന്ന് പരിശോധിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടങ്ങി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി യാത്ര നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന, ലോക്സഭയ്ക്കകത്തും പുറത്തും ശബ്ദമുയർത്തുന്ന രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ സംഘപരിവാർ ഏജന്റ് എന്ന് വിളിച്ചാക്ഷേപിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. RSS നേതാക്കന്മാരുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയതിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമാണ്. ഇപ്പോൾ കേരളത്തിൽ ആരോപണം ഉന്നയിക്കുന്ന BJP CPM ഡീലിൻ്റെ സൂത്രധാരൻ ആരാണെന്ന് കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. കാരണം എന്താണെന്നോ? മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരായ ദേശീയ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ ഭയപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി RSSന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിക്ക് പരവതാനി വിരിക്കുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പിണറായി വിജയൻ എന്നാണ്. ഈ കേരളീയ സമൂഹത്തിലെ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അവർ മതേതരത്വത്തിന്റെ കാവൽക്കാരും, നിലവിൽ അവർ ഇടതുമുന്നണിയോട് ലാൽ സലാം പറഞ്ഞപ്പോൾ അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം പിണറായി വിജയൻ എന്നാണ്. ആ പിണറായി വിജയനാണ് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ നാഴികക്ക് 40 വട്ടം സംഘപരിവാറിനെതിരെ മാത്രം ശബ്ദിക്കുന്ന, രാജ്യത്തെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയം തെരുവീതികളിൽ BJPക്കെതിരെ മുദ്രാവാക്യമുയർത്തി പദയാത്ര നടത്തിയ, ഈ രാജ്യത്തെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിനെതിരെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കാൽനട യാത്ര നടത്തി സംഘപരിവാറിൻ്റെ കണ്ണിലെ കരടായി മാറിയ സംഘപരിവാർക്കാർ പോലും ആക്ഷേപിക്കാൻ ഉപയോഗിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ച് പിണറായി വിജയൻ ആക്ഷേപിക്കുമ്പോൾ പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ B ടീമല്ല, സംഘപരിവാറിൻ്റെ അപ്പോസ്തലനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 വോട്ടിന് വേണ്ടി രാഹുൽ ഗാന്ധിയെ സംഘപരിവാറിൻ്റെ ഏജന്റാക്കി മാറ്റാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 ഡിസംബർ മാസം നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പരാജയത്തെക്കാൾ വലിയ പരാജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത്. കാരണം എന്താണെന്നോ? ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ പിറന്ന നാടിനു വേണ്ടി ശ്രീപെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ 1000 അസ്ഥികഷ്ണങ്ങളും 10,000 മാംസത്തുണ്ടങ്ങളുമായി ചിതറിത്തെറിച്ച രാജീവ് ഗാന്ധിയുടെ പുത്രനാണ് രാഹുൽ ഗാന്ധി. ഈ രാജ്യത്തിൻ്റെ ഐക്യം സംരക്ഷിക്കാൻ ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ പൗത്രനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയെയാണ് നിങ്ങൾ സംഘപരിവാറുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് കേരളത്തിലെ ജനങ്ങൾ മറുപടി നൽകും, ബാലറ്റിലൂടെ മറുപടി നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കന്മാർ BJP നേതാക്കന്മാരുടെ ഭാഷയേക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ തെറി പറയുന്നത്, രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശം പറയുന്നത് അത് BJPയെ സുഖിപ്പിക്കാനും സംഘപരിവാറിന് വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കാനുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ പരിപ്പ് കേരളത്തിൽ വേവില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. രാഹുൽ ഗാന്ധിക്കെതിരെ നിങ്ങൾ നടത്തിയ പരാമർശത്തിനുള്ള മറുപടി മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.